രാജ്യത്ത് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണോ എന്നുള്ളതാണ് ചോദ്യമെന്ന് പറയുന്നത്. ഇപ്പോഴിതാ പെട്രോൾ ഡീസൽ ലഭിക്കാനില്ല എന്ന പ്രചരണം അതൊരു വ്യാജ പ്രചരണമാണ്. ശക്തമായി ഉത്തരേന്ത്യയിൽ പടരുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് CJP എന്ന് പറയുന്ന പാർട്ടി ഒരു കലാപത്തിന്റെ വക്കിലേക്ക് രാജ്യത്തെ തള്ളിവിടാനായി വെമ്പി നിൽക്കുന്നു. ഇതിനിടയിൽ ഒരു വ്യാജ പ്രചാരണം വരുന്നു. രാജ്യത്ത് പെട്രോൾ ഡീസൽ ക്ഷാമം വരാൻ പോവുകയാണ് എന്നുള്ളത്. നാഴികയ്ക്ക് 40 വട്ടം നമ്മുടെ സർക്കാരുകൾ പറയുന്നുണ്ട് അങ്ങനെ വരില്ല. ഇപ്പോഴിതാ വിതരണത്തെ ബാധിക്കുമെന്ന അഭ്യൂഹങ്ങൾ കാരണം ജനങ്ങൾ ഇപ്പോൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ചില ജില്ലകളിൽ പെട്രോൾ പമ്പുകളിൽ വാഹനമോടിക്കുന്നവരുടെ നീണ്ട നിര രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ധനം സംഭരിക്കാൻ ആളുകൾ ഗ്യാരേജുകൾ, ഗാലനുകൾ, കുപ്പികൾ, വലിയ പാത്രങ്ങൾ എന്നിവയുമായി പമ്പുകളിൽ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കിംവദന്തികൾ കാരണം, ആവശ്യകതയിൽ പെട്ടെന്നുള്ള വർധനവ് കാരണം ചില പമ്പുകളിൽ ഇന്ധനം തീർന്നു എന്നുള്ളത് വേറൊരു കാര്യം. ഇത് ഗതാഗതത്തെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു പ്രചരണം എന്ന് പറയുന്നത്. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ക്ഷാമമില്ലെന്ന് പെട്രോളിയം മന്ത്രി ഊന്നി പറയുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു കുത്തിത്തിരിപ്പ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. അതും ഈ CJP എന്ന് പറയുന്ന ഒരു ജൻസി പാർട്ടി ഒരു കലാപം ആഹ്വാനം ചെയ്ത് തെരുവിലിറങ്ങണം എന്ന് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിൽ സർക്കാരിന് വേണ്ടി പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ ഔദ്യോഗിക വിവരങ്ങളെല്ലാം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ പെട്രോളിനോ ഡീസലിനോ ക്ഷാമമില്ലെന്ന് അവർ വ്യക്തമാക്കി. എന്നാൽ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ആവശ്യത്തിലധികം ആൾക്കാർ പെട്രോൾ വാങ്ങുന്നത് പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഗ്യാസ് സപ്ലൈ ചെയിനും സംഭവിച്ചത്. ഗ്യാസിന് ക്ഷാമമില്ല, പക്ഷേ ക്ഷാമമുണ്ടെന്ന് വരുത്തി തീർത്ത് ആ ഗ്യാസ് കൂടുതലായി ബുക്ക് ചെയ്യാൻ ആൾക്കാർ തുനിഞ്ഞപ്പോൾ സപ്ലൈ ചെയിനിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ന്യൂസ് ഡെസ്ക്.